ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ഡേ 1-ലെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിൻ്റെ ടിൻറ്റേൺ ആബി. അതാണ് ഇന്ന് അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. 7 April 1772, 23 April 1850, Cumberland, England. Poet laureate from 1843 to 1850. Meet Samuel Taylor Coleridge in 1795. അദ്ദേഹം സാമുവൽ ടൈലർ കോളറിഡ്ജിനെ മീറ്റ് ചെയ്തത് 1795-ലാണ്. ഹിസ് മാഗ്നം ഓപ്പസ്, അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ് വർക്കായിട്ട് ഹിസ് മാഗ്നം ഓപ്പസ് ഈസ് ജനറലി കൺസിഡേർഡ് ടു ബി ദ പ്രെല്യൂഡ്, എ സെമി ഓട്ടോബയോഗ്രഫിക്കൽ പോം. അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ് വർക്കാണ് ദ പ്രെല്യൂഡ്. ഇനി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഏതൊക്കെയാണ്, വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ലിറിക്കൽ ബലാഡ്സ്, അതാണ് നമ്മൾ എടുത്തു പറയേണ്ട വർക്ക്. ലിറിക്കൽ ബലാഡ്സ് അദ്ദേഹം ST കോളറിഡ്ജും കൂടിയും എഴുതിയിട്ടുള്ളതാണ്. വിത്ത് ST കോളറിഡ്ജ് 1798-ലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ലിറിക്കൽ ബലാഡ് 1798-ലാണ് പബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് പ്രിഫേസ് ടു ലിറിക്കൽ ബലാഡ്സ് 1801, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിഫേസ് ടു ലിറിക്കൽ ബലാഡ്സ് 1801. പോംസ് ഇൻ 2 volumes 1807. ആ പോംസ് ഇൻ 2 volumes ആ ഒരു കളക്ഷനിൽ വന്നിട്ടുള്ള പോയംസാണ് ഓട്ട് ഇൻറ്റിമേഷൻസ് ഓഫ് ഇമോർട്ടാലിറ്റി, ഓട്ട് ടു ഡ്യൂട്ടി, ദ സോളിറ്ററി റീപ്പർ, ലണ്ടൻ 1802, ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ്. ഇതാണ് അതിൽ ആ കളക്ഷനിൽ വന്നിട്ടുള്ളത്. ഓട്ട് ഇൻറ്റിമേഷൻസ് ഓഫ് ഇമോർട്ടാലിറ്റി, ഓട്ട് ടു ഡ്യൂട്ടി, ദ സോളിറ്ററി റീപ്പർ, ലണ്ടൻ 1802, ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ്. ഇതാണ് അതിൽ വന്നിട്ടുള്ള പോയംസ്. നെക്സ്റ്റ് വരുന്നത് ദ എക്സ്കേർഷൻ, ലോഡേമിയ ആൻഡ് ദ പ്രെല്യൂഡ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയംസ്. അപ്പം നമ്മൾ ഇപ്പോൾ നോക്കിയത് വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് അത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് അത് ഡിസ്കസ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോയത്തിലൂടെ പോവാം. ഈ പോയം എന്ന് പറയുമ്പം അത് ഒരു ലോങ് പോയമാണ്. ടിൻറ്റേൺ ആബി എന്ന് പറയുന്നത് ഒരു ലോങ് പോയം ആണ് അത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. ലോങ് പോയം ആണെന്ന് വെച്ച് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള പോയാണ്, മനസ്സിലാക്കാൻ ഒരുപാട് എളുപ്പമാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ വായിക്കുന്നില്ല, അത് നമ്മൾ അതിൻ്റെ ലൈൻ ബൈ ലൈൻ അനാലിസിസ് പറയുമ്പോൾ വായിച്ച് പോവാം. അപ്പോൾ നമുക്ക് ആ പോയത്തിലേക്ക് കടക്കാം. ടിൻറ്റേൺ ആബി 1798-ലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ ഫുൾ ടൈറ്റിൽ വരുന്നത് എന്താണ്, ലൈൻസ് കമ്പോസ്ഡ് എ ഫ്യൂ മൈൽസ് എബോ ടിൻറ്റേൺ ആബി. ഫുൾ ടൈറ്റിൽ ലൈൻസ് കമ്പോസ്ഡ് എ ഫ്യൂ മൈൽസ് എബോ ടിൻറ്റേൺ ആബി. ഇനി നമുക്ക് ആ പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ അനാലിസിസിലേക്ക് പോവാം. 5 years have passed, 5 summers with the length of 5 long winters, and again I hear these waters rolling from their mountain springs with a soft inland murmur. Once again do I behold these steep and lofty cliffs that on a wild secluded scene impress thoughts of more deep seclusion and connect the landscape with the quiet, the sky. The day is come when I again repose. അതാണ് ആദ്യത്തെ ലൈൻസ് വരുന്നത്. അപ്പം ഇതിൻ്റെ ബിഗിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 years have passed, 5 summers with the length of 5 long winters, and again I hear. അത് ചോദിച്ച് കാണാറുണ്ട്, ഏതിൻ്റെ ഫസ്റ്റ് ലൈനാണ് ഇതെന്നൊക്കെ പറഞ്ഞാൽ അത് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മനസ്സിലാവും. വേർഡ്സ്വർത്ത് അദ്ദേഹം ഒരു 5 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു സ്ഥലം സന്ദർശിക്കുന്നത്. വൈ നദിയുടെ തീരത്തുള്ള ടിൻറ്റേൺ ആബി 5 വർഷത്തിൻ്റെ ഇടവേളയിലാണ് ഇത് അദ്ദേഹം അവിടെ സന്ദർശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ എന്താണ്
അരുവികൾ എന്ത് ചെയ്യുന്നുണ്ട്, പാറകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് പാറയുടെ കുത്തനെയുള്ള ചെരിവുകൾ പണ്ടത്തേതുപോലെ തന്നെ അത് ഗംഭീരമായി കാണപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അവിടെ നിറഞ്ഞു നിന്നിരുന്ന ശാന്തത, കാംനെസ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഒരുപാട് മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രതിധ്വനിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലും ആ ഒരു ശാന്തത. ആകാശം, അവിടുത്തെ ആകാശം എന്താണ്, പഴയതുപോലെ തന്നെ ഒരുപാട് ശാന്തമായിട്ടുള്ള ആകാശം ആണ്. അപ്പോൾ ആ ഇതിൻ്റെ ചുറ്റുപാടിലുള്ള ആ ഒരു ശാന്തതയും എല്ലാം, ഏകാന്തതയും എല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ആ ഒരു ലൈൻസിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു 5 years past 5 summers with the line എന്ന് തുടങ്ങുന്ന ആ ഒരു ലൈൻസൊക്കെ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വരുന്ന ലൈൻസ് ആണ്, ഹിയർ അണ്ടർ ദിസ് ലാർജ് സിക്കമോർ ആൻഡ് വ്യൂ ദീസ് പ്ലോട്ട്സ് ഓഫ് കോട്ടേജ് ഗ്രൗണ്ട് ദീസ് ഓർച്ചാർഡ് ടബ്സ് which at this season with their unripe fruits and are clad in one green hue and lose themselves mid groves and copses. Once again I see these hedgerows, hardly hedgerows, little lines of spotty wood run wild, these pastoral farms, green to the very door, and wreaths of smoke sent up in silence from among the trees. എന്താണ് അതിൻ്റെ മീനിങ്? അദ്ദേഹം ആ ഒരു സിക്കമോർ ട്രീയുടെ ഒരു താഴെ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ഥലത്തുള്ള ഒരുപാട് കോട്ടേജ് തോട്ടങ്ങളൊക്കെ എന്ത് ചെയ്യണം, അദ്ദേഹം നോക്കുകയാണ്. അവിടെ എന്താണ്, ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, ഒരുപാട് ട്രീസ് ഉണ്ട്. എവിടെ? അദ്ദേഹം ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഒരു സ്ഥലങ്ങൾ എന്ത് ചെയ്യാണ്, ഒരുപാട് അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതി അദ്ദേഹം ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അത്ഭുതപ്പെടുന്നുണ്ട്, കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഇവിടെയുള്ള ആ ഒരു ഭൂപ്രകൃതിക്ക് എന്ത് സംഭവിച്ചിട്ടില്ല, വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. അത് അദ്ദേഹത്തിന് എന്താക്കുന്നുണ്ട്, ഒരുപാട് കൗതുകം ഉണർത്തുന്നുണ്ട് അദ്ദേഹത്തിൽ. പിന്നെ അദ്ദേഹം ഒരു കാര്യം കാണുന്നുണ്ട്, കോട്ടേജുകളിൽ നിന്ന് ഉയരുന്ന ഒരു പുക അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തും തോന്നുകയാണ്, ഉയരമുള്ള മരങ്ങൾക്കിടയിൽ നിന്ന് ആ ഒരു പുക ഉയരുന്നത് പോലെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് തോന്നുകയാണ്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, വിശാലമായ ആ ഒരു മേച്ചിൽ മൈതാനങ്ങളെല്ലാം എന്തുണ്ട്, പഴയ പോലെ തന്നെ ഉണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ഥലത്തിന് ആകർഷകമായിട്ടുള്ളൊരു പ്രഭാവലയം, ഓറ നൽകുന്നുണ്ട് അദ്ദേഹത്തിന്, ആ ഒരു സ്ഥലത്തിന്. അതുപോലെ വലിയൊരു നിശബ്ദത ആ ഒരു പ്രദേശത്തെ മുഴുവൻ ആവരണം ചെയ്തതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്, ഒരുപാട് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതി അദ്ദേഹം വിവരിക്കുകയാണ് നമ്മളോട്. നെക്സ്റ്റ് ലൈൻസ് നോക്കാം. എന്താണ്, വിത്ത് സം അൺസർട്ടൻ നോട്ടീസ് ആസ് മൈറ്റ് സീം ഓഫ് വാഗ്രant dwellers in the houseless woods or of some hermit's cave whereby this fire the hermit sits alone, these beauteous forms through a long absence have not been to me, and as is a landscape to a blind man's eye, but oft in lonely rooms and mid the din of towns and cities I have warned to them in years of weariness, sensations sweet, felt in the blood and felt among the heart. അതാണ് അടുത്ത ലൈൻസ് വരുന്നത്. എന്താണ് പറയുന്നത്, കാടുകൾക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൃഗങ്ങളെ മേയ്ക്കുന്ന നാടോടികളായിട്ടുള്ള ഇടയന്മാരുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ മൃഗങ്ങളുമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, വീടുകൾ ഇല്ല. പിന്നെ അവിടെ എന്തുണ്ട്, ഏകാന്ത ജീവിതം നയിക്കുന്ന സന്യാസിമാരുണ്ട്. ഗുഹകളിൽ ഏകാന്ത ജീവിതം നയിക്കുന്ന ഒരുപാട് സന്യാസിമാർ ഉണ്ട്.
അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, 5 വർഷം മുമ്പ് ആ സ്ഥലത്തെ ഒരുപാട് മനോഹരമാക്കിയിട്ടുള്ള ഒരുപാട് സവിശേഷതകളെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ആശ്ചര്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ഈ ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് താമസം മാറ്റിയതിന് ശേഷവും ആ ഒരു ചിത്രങ്ങളുടെ, ആ ഒരു നഗരത്തെ, ആ ഒരു വില്ലേജ്, ആ ഒരു ഗ്രാമത്തിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്നും ഉണ്ടായിരുന്നു. ഇവിടുന്ന് നഗരത്തിലേക്ക് താമസം മാറ്റിയതിന് ശേഷം ഇവിടുത്തെ മനോഹാരിത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ നഗരത്തിൽ നമുക്കറിയാം ഒരുപാട് ബഹളങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ബഹളങ്ങൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഈ മനസ്സിലുണ്ടായിരുന്ന ഈ ഒരു ഭംഗിയുള്ള ഈ ഒരു ഗ്രാമത്തിൻ്റെ ചിത്രത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഒരു മനോഹരമായ സ്ഥലത്തിൻ്റെ ചിന്തകൾ മായാതെ നിന്നിരുന്നു. തിരക്കേറിയിട്ടുള്ള ആ ഒരു നഗരജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരുപാട് ഭാരം തോന്നിയപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസം നൽകിയത് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ ഒരു ഗ്രാമത്തിൻ്റെ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ആശ്വാസം നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്ഥലം ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സാന്ത്വനപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ആ ഒരു ലൈൻസിൻ്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ലൈൻസ് നോക്കാം. Next lines, and passing even into my purer mind with tranquil restoration, feelings too of unremembered pleasure, such perhaps as have no slight or trivial influence on that best portion of a good man's life, his little nameless unremembered acts of kindness and of love, nor less, I trust, to them I may have owed another gift of aspect more sublime, that bless the mood in which the burden of mystery. ആ ലൈൻസിൻ്റെ മീനിങ് എന്താണ്? 5 വർഷത്തെ ആ ഒരു ഇടവേള, അദ്ദേഹം 5 വർഷത്തിന് ശേഷമാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. 5 വർഷത്തിൻ്റെ ഇടവേള സ്പീക്കറുടെ നമ്മളെ വേർഡ്സ്വർത്തിൻ്റെ മനസ്സിനെ ഒരുപാട് മാറ്റിമറിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന് ഇപ്പോൾ അന്ന് ആ ഒരു കാലത്തിനേക്കാളും ഇപ്പോൾ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഴിവുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, മറ്റൊരു പ്രിസത്തിലൂടെ, മറ്റൊരു ആംഗിളിലൂടെ അദ്ദേഹത്തിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു പ്രകൃതിയെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ചെറുപ്പകാലത്ത് പ്രകൃതിയെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, വളരെയധികം ആനന്ദം കണ്ടെത്തിയിരുന്നെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് അന്നത്തെ കാഴ്ച ഇടുങ്ങിയതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് അത് കൂടുതൽ, അതിൻ്റെ ഭംഗി കൂടുതലായിട്ട്, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അത് പ്രകൃതിയുടെ ഒരു കാഴ്ചകൾ സന്തോഷം തരുന്നുണ്ടെങ്കിലും അത് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല, കൂടുതലായിട്ട് ആസ്വദിക്കാൻ വേണ്ടി അതിൽ മറഞ്ഞിരുന്നിരുന്ന ഭംഗി ഇപ്പോഴത്തെ അത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് പക്വതയില്ലാത്ത മനസ്സായിരുന്നു, അതിലേക്ക് വന്നില്ല, അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടി കൂടുതലായിട്ടും വന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ പ്രകൃതിയുടെ വിവിധ വശങ്ങൾ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ നല്ല രീതിയിൽ. അത് പ്രകൃതി അദ്ദേഹത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാരമുള്ള മനസ്സിൽ നിന്ന് വേദനയെ തുടച്ചു നീക്കാൻ പ്രകൃതി സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥമായ മനസ്സിന് ഒരുപാട് ആശ്വാസവും സമാധാനവും ഒക്കെ ഈ പ്രകൃതി നൽകുന്നുണ്ട് എന്നും കൂടിയും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥമായ മനസ്സിന് ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട് പ്രകൃതി എന്നും കൂടി അദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട്. അതാണ് ആ ഒരു ലൈൻസ്. എന്താണ് നെക്സ്റ്റ് ലൈൻസ്? ഇൻ വിച്ച് ദ ഹെവി ആൻഡ് ദ വെറി വെയ്റ്റ് ഓഫ് ഓൾ ദീസ് അൺഇൻ്റലിജിബിൾ വേൾഡ് ഈസ് lightened that serene and blessed mood in which the affections gently led us on until the breath of this corporeal frame and even the motion of our human blood almost suspended, we are laid asleep in body and became a living soul
while with an eye made quiet by the power of harmony and the deep power of joy. നെക്സ്റ്റ് ലൈൻസ് ആണ് അത്. അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഈ പ്രകൃതിയുടെ ഒരുപാട് ഭംഗി, അതിൻ്റെ ശാന്തത, അതിൻ്റെ ശാന്തമായ സവിശേഷതകൾ, ഭൂപ്രകൃതി എല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ണിന് എന്തുണ്ട്, ഒരുപാട് വിരുന്നൊരുക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള എല്ലാ രീതിയിലുള്ള ഉത്കണ്ഠകളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രകൃതി സാവധാനം ഇല്ലാതാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവർക്കും, ഏതൊരു വ്യക്തിക്കും എന്ത് കിട്ടും, ആ പ്രകൃതിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശാന്തത അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ശാന്തതയും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ വേണ്ടി സാധിക്കും എന്നും കൂടി അദ്ദേഹം ഈ വരികളിലൂടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻസ് എന്താണ്? അടുത്ത ലൈൻസ് എന്താണ്? വി സീ ഇൻ ടു ദ ലൈഫ് ഓഫ് തിങ്സ് if this be but a vain belief, yet oh how oft in darkness and amid the many shapes of joyless daylight, when the fretful, still unprofitable, and the fever of the world have hung upon the beatings of my heart, how oft in spirit have I turned to thee, O sylvan boy, how wanderer through the woods, how often has my spirit turned to thee, and now which gleams of half extinguished thought, with many recognitions dim and faint, and somewhat of a sad perplexity. faint, ആ ഒരു ഫെയിൻറ്റ് വരെ, ഡിം ആൻഡ് ഫെയിൻറ്റ്, അതുവരെ എന്താണ് മീനിങ് എന്നാണ് നോക്കുന്നത്. അതായത് ഉപജീവനത്തിനായിട്ട് നമുക്കറിയാം, എല്ലാ മനുഷ്യന്മാരും ഉപജീവനത്തിനായിട്ട് പാടുപെടുകയും അതുപോലെ അവർക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ, ഡെയിലി ലൈഫിൻ്റെ ഒരു പരുക്കൻ യാഥാർത്ഥ്യ തകർച്ചയാണ് സ്പീക്കർ ഇതിൽ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം അത്തരം ആ ഒരു നിമിഷങ്ങളിൽ, അങ്ങനെയുള്ള ആ ഒരു തിരക്ക് പിടിച്ച ജീവിതങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ആർക്ക് സാധിക്കും? പ്രകൃതിക്ക് സാധിക്കും. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ സ്പീക്കർ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് അഭയം തേടുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? വൈ നദിയുടെ തീരത്തേക്ക് പോകുന്നു. അവിടെയുള്ള ചുറ്റുപാടുകൾ വളരെ ശാന്തമാണ്. അവിടെ എന്തുണ്ട്? ഒരുപാട് കാടുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്ഷീണിച്ച ആത്മാവിനെ എന്ത് ചെയ്യുന്നു? അത് ഒരുപാട് സാന്ത്വനം നൽകുന്നുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ ആകുലതകളും എല്ലാം അദ്ദേഹത്തിന് അപ്പം എന്ത് ചെയ്യുന്നു? ഒരുപാട് ആശ്വാസം അവിടുന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു ആകുലതകളിൽ നിന്നെല്ലാം എന്ത് കിട്ടുന്നുണ്ട്? ഒരുപാട് ആശ്വാസം അദ്ദേഹത്തിന് അപ്പോൾ കിട്ടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് ആകുലതകളും സങ്കടങ്ങളും ഒക്കെ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു വൈനദി, ആ ഒരു പ്രകൃതി, അതിനെല്ലാം ഓർത്തു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? ഒരുപാട് ആശ്വാസം കിട്ടി. പല ചിത്രങ്ങളും അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടെന്നല്ല, പല ചിത്രങ്ങളും കാലക്രമേണ മാഞ്ഞുപോയി. പക്ഷെ അവശേഷിക്കുന്ന ആ ഒരു പ്രകൃതിയുടെ ആ ഒരു ബ്യൂട്ടി, ആ ഒരു ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിന് എന്ത് ചെയ്യും? ഒരു ബാം പോലെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഒരുപാട് സാന്ത്വനിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ആ ഒരു ലൈൻസിൻ്റെ മീനിങ്. നെക്സ്റ്റ് ലൈൻസ് വരുന്നത്, ആൻഡ് സംവാട്ട് ഓഫ് എ സാഡ് പെർപ്ലെക്സിറ്റി the picture of the mind revives again, while here I stand, not only with the sense of present pleasure, but with pleasing thoughts that in this moment there is life and food for future years, and so I dare to hope, though changed no doubt from what I was when first I came among these hills, when like a roe I bounded over the mountains by the sides of the deep rivers and the lonely streams, wherever lonely streams. അതുവരെ എന്താണ് മീനിങ് എന്ന് നോക്കാം. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അദ്ദേഹം ആദ്യം കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. കുട്ടിക്കാലത്ത് ആ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ
അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ചെറുപ്പകാലത്ത് ആ ഒരു മരങ്ങളിലും കുന്നുകളിലും എല്ലാം ചുറ്റിത്തിരിഞ്ഞ് ആ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചിരുന്നു എന്ന ആ ഒരു ആദ്യകാലം അദ്ദേഹം ഓർക്കുകയാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അന്ന് ആ ഒരു കുട്ടിക്കാലത്ത് പ്രകൃതിയെ നോക്കുന്നതിൻ്റെ പ്രകൃതിയിൽ മറിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കാണാൻ വേണ്ടിയിട്ട് പരാജയപ്പെട്ടു ആ ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ. അപ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് ഈ ഒരു കാലത്ത് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ട അവസരം എന്താണ്? കുട്ടിക്കാലത്ത് തനിക്കത് തനിക്ക് ആ ഒരു പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യമൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല, ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല. അന്ന് തനിക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്, നഷ്ടപ്പെട്ട അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സമയത്ത് തിരിച്ചറിയാം. അദ്ദേഹത്തിന് ആ നഷ്ടപ്പെട്ട ആ ഒരു ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് പ്രകൃതിയെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന്, പ്രകൃതിയിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് നേട്ടങ്ങളെ വിലമതിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പരാജയപ്പെട്ടിരുന്നു അന്ന്. അത് എന്ത് ചെയ്യണം, അദ്ദേഹത്തിൽ ഒരുപാട് നഷ്ടബോധം നിറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹം ആ ഒരു നഷ്ടപ്പെട്ട അവസരം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിയാണ്. അതാണ് ആ ലൈൻസ്. നെക്സ്റ്റ് ലൈൻസ്. Wherever nature led, more like a man flying from something that he dreads, that one who sought the thing he loved for nature then, the coarser pressures of my boyish days and their glad animal moments all gone by, to me was all in all. I cannot paint what then I was. The sounding cataract haunted me like a passion, the tall rock, the mountain and the deep and gloomy wood. അതാണ് നെക്സ്റ്റ് ലൈൻസ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷ്യമില്ലാതെ ആ ഒരു ഭൂമിയിലൂടെ ഭൂപ്രകൃതിയിലൂടെ അലഞ്ഞു തിരിഞ്ഞായിരുന്നു. അന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അദ്ദേഹത്തിന് അന്ന് അത് ആസ്വദിക്കാനൊന്നും ഉള്ള ഒരു നന്നായിട്ട് ആസ്വദിക്കാൻ, മനസ്സിൽ തട്ടുന്ന രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അറിയില്ലായിരുന്നു. വെറുതെ അരുവികളും പാറകളും കാടുകളും എല്ലാം അദ്ദേഹം ആസ്വദിച്ചു. അത് അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിന് ആ ഒരു കാഴ്ച സന്തോഷം നൽകിയില്ല എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആ പ്രകൃതിയുടെ കാഴ്ചകൾ ഒരുപാട് സന്തോഷം നൽകി. പക്ഷേ ഇന്നത്തെ പോലത്തെ ആ ഒരു ഉയർന്ന തലത്തിലുള്ള ആ ഒരു ആസ്വാദനം അന്ന് ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു ലൈൻസിലൂടെ. നെക്സ്റ്റ് ലൈൻസ്. Their colors and their forms were then to me an appetite, a feeling and a love that had no need of a remoter charm by thought supplied, nor any interest unborrowed from the eye. That time is past, and all its aching joys, and now no more, and all its dizzy raptures. Not for this faint I no mourn nor murmur, other gifts have followed for such loss. I would believe abundant recompense, for I have learnt to look on nature not as in the hour of thoughtless youth, but hearing oftentimes the still sad music of humanity. അദ്ദേഹം പറയുന്നു, ശൂന്യമായിട്ടായിരുന്നു അദ്ദേഹം ആ ഒരു പ്രകൃതിയെ അന്ന് ചെറുപ്പകാലത്ത് നിരീക്ഷിച്ചിരുന്നത് എന്ന് നേരത്തെ പറഞ്ഞ ആ ഒരു ലൈൻസിലുള്ള കാര്യങ്ങൾ തന്നെ കൂടുതൽ ആഴത്തിൽ എന്ത് ചെയ്യുന്ന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റുന്നുണ്ട്, പ്രകൃതിയെ ഒരുപാട് പ്രിസത്തിലൂടെ ഒരുപാട് ആംഗിളിലൂടെ പ്രകൃതിയെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നെക്സ്റ്റ് ലൈൻസ്. Nor harsh nor grating, though of ample power to chasten and subdue, and I have felt a presence that disturbs me with the joy of elevated thoughts, a sense sublime of something far more deeply infused was dwelling is the light of setting suns, and the round ocean, and the living air, and the blue sky, and in the mind of man. ഇപ്പോഴാണ് എന്ത് ചെയ്തത്, സ്പീക്കർ പ്രകൃതിയുടെ ശക്തിയെ
മനസ്സിലാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഒരു സമയത്താണ് പ്രകൃതിയുടെ ശക്തി അദ്ദേഹത്തിന് മനസ്സിലായത്. പ്രകൃതിയുടെ മഹത്തായ ശക്തിയും അതിൻ്റെ പ്രകടനങ്ങളും എല്ലാം അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അതിന് അഹങ്കാരിയായിട്ടുള്ള ഒരു മനുഷ്യനെ അനായാസം ശിക്ഷിക്കാനോ കീഴ്പ്പെടുത്താനോ സാധിക്കും പ്രകൃതിക്ക്. അത് ഒരുപാട് ശക്തിയുള്ളതാണ്. പക്ഷെ വളരെ അപൂർവമായി മാത്രമേ പ്രകൃതി അത് ചെയ്യുള്ളൂ. വെറുതെ മനുഷ്യന്മാരെ എപ്പോഴും എത്രമാത്രം ഭൂമിയോടും ക്ഷമിക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ ഒരുപാട് ക്ഷമിക്കും പ്രകൃതി. എപ്പോഴും അപൂർവമായി മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, അങ്ങനെ ഒരു മനുഷ്യനെ ശിക്ഷിക്കാനോ കീഴ്പ്പെടുത്താനോ ഒക്കെ പ്രകൃതി ചെയ്യുള്ളൂ. അതിലെന്തില്ല, പ്രകൃതി നമുക്കറിയാം സൗമ്യവും ശാന്തവുമായിട്ടുള്ളതാണ്. നമ്മളൊരു പ്രകൃതിയെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട്, നമ്മളെ മനസ്സിൽ ഒരുപാട് സന്തോഷം പകരും പ്രകൃതി. നമുക്ക് ഒരുപാട് സന്തോഷം തരും പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിയിരുന്നാൽ. നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യും, നല്ല ചിന്തകൾ ഉണർത്തുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്, അദ്ദേഹം പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യത്തെ നോക്കിക്കാണുന്നതിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഈ ഒരു എല്ലാ കാര്യങ്ങളും പ്രകൃതിയുടെ ആ ഒരു അസ്തമയവും ഉദയവും എല്ലാം, സമുദ്രത്തിൻ്റെയും നീലാകാശത്തിൻ്റെയും എല്ലാം ഭംഗി. നീലാകാശത്തിലേക്ക് നമ്മൾ കുറേ നേരം നോക്കിയിരിക്കുക, സമുദ്രത്തിലേക്ക് നമ്മൾ നോക്കിയിരിക്കുക, സൂര്യാസ്തമയം നോക്കിയിരിക്കുക, സൂര്യൻ ഉദിക്കുന്നത് കാണുക. അതൊക്കെ എന്താണ്, ഒരാളുടെ കണ്ണുകൾക്ക് ഒരുപാട് വിരുന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഈ ഒരു ലൈൻസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത്, എ മോഷൻ ആൻഡ് എ സ്പിരിറ്റ് that impels all thinking things, all objects of all thought, and rolls through all things. Therefore am I still a lover of the meadows and the woods and mountains, and of all that we behold from this green earth, of all the mighty world of eye and ear, both what they half create and what perceive, well pleased to recognize in nature, and the language of the sense, the anchor of my purest thoughts, the nurse. അദ്ദേഹം പറയുന്നത് പ്രകൃതിയുടെ സൗന്ദര്യത്തിനെ കുറിച്ചാണ്. പ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്, അസ്തമയ സൂര്യൻ, കാറ്റ്, പുൽമേടുകൾ, കാടുകൾ എന്നിങ്ങനെ പ്രകൃതിയുടെ പല മുഖങ്ങളും, പ്രകൃതിയുടെ അന്തർലീനം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന അന്തർലീനമായിട്ടുള്ള ഒരുപാട് ആകർഷണത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത്രയും പ്രായമായിട്ടും അദ്ദേഹത്തിന് എന്തുണ്ട്, അദ്ദേഹം പറയാണ്, എനിക്ക് ഇത്രയും പ്രായമായിട്ടും ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു മനോഹാരിതയിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്ത് ചെയ്യുന്നു, അങ്കൂരം വിട്ടിട്ടുണ്ടെന്ന് പറയാൻ അദ്ദേഹത്തിന് പറയാണ് സ്പീക്കർ. അതാണ് ആ ഒരു ലൈൻസിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് ലൈൻസ് എന്താണ്, ദ ഗേറ്റ്, ദ ഗാർഡിയൻ ഓഫ് മൈ ഹാർട്ട് ആൻഡ് സോൾ, of all my moral being, no perchance, if I were not thus taught, should I the more suffer my genial spirits to decay, for thou art with me here upon the banks of this fair river, thou my dearest friend, my dear friend, and in thy voice I catch the language of my former heart, and read my former pleasure is thus in the shooting light of thy wild eyes for yet a little while. അതാണ് അടുത്ത ലൈൻസ്. അദ്ദേഹം പറയുന്നുണ്ട്, ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ സുഹൃത്തും തത്വചിന്തകനും വഴികാട്ടിയും ഒക്കെ ആയിട്ടാണ് പ്രകൃതി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്, ഇപ്പോഴും പ്രകൃതി തുടരുന്നത്. അങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുഹൃത്തും തത്വചിന്തകനും വഴികാട്ടിയും ഒക്കെ ആയിട്ടാണ് പ്രകൃതി ഇപ്പോഴും തുടരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രകൃതി അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് ഒരുപാട് പ്രചോദനം നൽകുന്നുണ്ട് എന്നും നമുക്ക് അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും.
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരുപാട് സന്തോഷങ്ങളെല്ലാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ആ ഒരു പ്രകൃതിയിലേക്ക് നോക്കുന്നതിലൂടെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള സിസ്റ്റർ ഡൊറോത്തിയെ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഡൊറോത്തിയെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ലൈൻസിൽ. എന്താണ് അവൻ്റെ കൂടെ ഈ പ്രകൃതിയെ, പോയറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്, അലഞ്ഞു നടക്കുകയാണ്. ഈ പ്രകൃതിയെ ആസ്വദിച്ചു കൊണ്ട് അലഞ്ഞു നടക്കുകയാണ് ഈ ഡൊറോത്തി എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഡൊറോത്തിയെ, അദ്ദേഹത്തിൻ്റെ സിസ്റ്ററായിട്ടുള്ള ഡൊറോത്തിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ്, പ്രിയ സുഹൃത്ത്, ഡിയർ ഫ്രണ്ട് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിനെ ഡിയർ ഫ്രണ്ട്, പ്രിയ സുഹൃത്ത് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം ഡൊറോത്തിയുടെ ശബ്ദത്തിനെക്കുറിച്ചും 5 വർഷം മുമ്പ് അതുപോലെ അതേ ഒരു ചാരുതയുള്ള അവളുടെ കണ്ണുകളെക്കുറിച്ചും എല്ലാം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം പ്രകൃതിയെ നോക്കിക്കണ്ടിരുന്ന രീതി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്. തൻ്റെ ആ ഒരു മുൻ വ്യക്തിത്വം, ആ ഒരു പേഴ്സണാലിറ്റി അദ്ദേഹത്തിൻ്റെ സഹോദരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിസ്റ്ററായിട്ടുള്ള ഡൊറോത്തിയെയാണ്. ഇനി നെക്സ്റ്റ് ലൈനിലേക്കാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് ലൈൻ, മേ ഐ ബിഹോൾഡ് ഇൻ ദി വാട്ട് ഐ വാസ് വൺസ്, മൈ ഡിയർ സിസ്റ്റർ, and this prayer I make, knowing that nature never did betray the heart that loved her. 'Tis her privilege, though through all the years of this our life, to lead from joy to joy, for she can so inform the mind that is within us, so impress with greatness and beauty, and so feed with lofty thoughts, and neither evil talks and rash judgments nor the sneers of selfish men. അദ്ദേഹം ഇവിടെ പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയോടുള്ള ഒരുപാട് ആ സ്നേഹം നമുക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പറയുന്നു, സൗമ്യമായിട്ടുള്ള പ്രകൃതി, ശാന്തമായിട്ടുള്ള പ്രകൃതി ഒരിക്കലും അതിനെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും ഒറ്റിക്കൊടുക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രകൃതിയിലെ എല്ലാ നല്ല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രതിഫലിപ്പിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഡൊറോത്തിക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. എന്താണ് അദ്ദേഹം പറയുകയാണ്, ഒരുപാട് സ്വാർത്ഥരായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരിൽ നിന്നും അവരുടെ ആ ഒരു മോശം ചിന്തകളിൽ നിന്നും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പ്രകൃതിയോട് അഭ്യർത്ഥിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ മോശം കാര്യങ്ങളിൽ നിന്നും, മനുഷ്യരുടെ പരിഹാസങ്ങൾ, സ്വാർത്ഥത, എല്ലാ മോശം വിധികൾ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പ്രകൃതിയോട് അഭ്യർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ലൈൻസ് വരുന്നത് നെക്സ്റ്റ് ലൈൻസ്, നോർ ഗ്രീറ്റിംഗ്സ് വേർ നോ കൈൻഡ്നസ് ഈസ്, നോർ ഓൾ ദ ഡ്രേറി ഇൻ്റർകോഴ്സ് ഓഫ് ഡെയിലി ലൈഫ് ഷാൾ ഐ എവർ prevail against us or disturb our cheerful faith that all which we behold is full of blessings. Therefore let the moon shine on thee in thy solitary walk, and let the misty mountain winds be free to blow against thee, and in after years when this wild ecstasies shall be nurtured into a sober pleasure, why thy mind. ഇദ്ദേഹം പറയുന്നത് ജീവിതത്തിൻ്റെ ഒരുപാട് വിനാശകരമായിട്ടുള്ള സ്വാധീനങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനുള്ള പ്രകൃതിയുടെ കഴിവിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു,
ജീവിതത്തിലെ ദൈനംദിനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിനാശകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തിൻ്റെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രകൃതിയോട് അഭ്യർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് മനോഹരമായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് ഈ ഒരു ലൈൻസിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹവും വിശ്വസിക്കുന്നു ഈ ഒരു പ്രകൃതിയോടുള്ള ഒരു സ്നേഹം അദ്ദേഹത്തിൻ്റെ സഹോദരിക്കും എന്ത് കൊടുക്കുമെന്ന്, സന്തോഷം നൽകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതാണ് ആ ലൈൻസിൽ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ലൈൻസ് വരുന്നത് ഷാൾ ബി എ മാൻഷൻ ഫോർ all lovely forms, thy memory be as a dwelling place for all sweet sounds and harmonies. Oh, then, if solitude or fear or pain or grief should be thy portion, with what healing thoughts of tender joy wilt thou remember me, and these my exhortations, nor perchance, if I should be where I no more can hear thy voice, nor catch from thy wild eyes these gleams. അദ്ദേഹത്തിൻ്റെ സഹോദരിയോടുള്ള സ്നേഹത്തെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രകൃതി അതിൻ്റെ എല്ലാ സൗന്ദര്യവും എല്ലാം അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് നൽകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ മനസ്സ് എന്തായി മാറുന്നു? ആ ഒരു പ്രകൃതിയുടെ നല്ല മഹത്തായ കാഴ്ചകളുടെയും ശബ്ദങ്ങളുടെയും എല്ലാം ശേഖരമായി മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒരു ശേഖരമായി മാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏകാന്തത, ഭയം, വേദന, കഷ്ടപ്പാട് തുടങ്ങിയ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാൻ പ്രകൃതിയുടെ ഓർമ്മകൾ അവൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യവും കാഴ്ചയും ശബ്ദവും എല്ലാം അവളുടെ മനസ്സിലൊരു ശേഖരമായിട്ട് മാറിക്കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടും ഏകാന്തതയും ഭയവും വേദനയും എല്ലാം മറികടക്കാൻ അവൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഈ പ്രകൃതിയുടെ ഓർമ്മകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, തൻ്റെ മരണം എന്ത് ചെയ്യുന്നു? അവളിൽ നിന്ന് അകറ്റുമ്പോൾ തൻ്റെ മരണം, അതായത് ഈ ഒരു ഓദറിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണം എന്ത് ചെയ്യുന്നു? അവളിൽ നിന്ന് അകറ്റുമ്പോൾ എന്ത് സംഭവിക്കും? പ്രകൃതിയെക്കുറിച്ചുള്ള അവളുടെ ഒരു സന്തോഷകരമായിട്ടുള്ള അവരുടെ ആ ഒരു അന്വേഷണവും സ്മരണയും എല്ലാത്തിൻ്റെയും സഹായത്തോടെ ഈ ഓദറിനെ അദ്ദേഹത്തിൻ്റെ സഹോദരി ഓർക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പ്രകൃതിയുടെ ഒരു മനോഹരമായ കാഴ്ചയും അവർ ഒരുമിച്ച് ആ ഒരു പ്രകൃതിയെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചതും അതിൽ അവരുടെ ആ പ്രകൃതിയിൽ അവർ കണ്ടെത്തിയ ഒരുപാട് ഭംഗിയുള്ള കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യും? അതിൻ്റെ എല്ലാ സഹായത്തോടെ തൻ്റെ സഹോദരി തന്നെ ഓർക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം. അതാണ് ആ ഒരു ലൈൻസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ലൈൻസ് വരുന്നത് ഓഫ് പാസ്റ്റ് എക്സിസ്റ്റൻസ് വിൽറ്റ് ദൗ then forget that on the banks of this delightful stream we stood together, and that I so long a worshipper of nature hither came unwearied in that service, rather say with warmer love or with far deeper zeal of holier love, nor wilt thou then forget that after many wanderings, many years of absence, these steep woods and lofty cliffs and this green pastoral landscape were to me more dear both for themselves and for thy sake. ഇതാണ് ലാസ്റ്റ് ലൈൻസ് ആണ് ഇത്. അദ്ദേഹം ഒരുപാട് ഇമോഷണൽ ആവുകയാണ്. തൻ്റെ മരണം മൂലം സഹോദരിയിൽ നിന്ന് വേർപിരിയാനുള്ള ആ ഒരു പോസിബിലിറ്റി, ആ ഒരു സാധ്യതയെക്കുറിച്ച് സ്പീക്കർ ഒരുപാട് ഇമോഷണൽ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയോടുള്ള അവരുടെ ആ ഒരു കോമൺ ആയിട്ടുള്ള ലവ്, പ്രകൃതിയോടുള്ള അവരുടെ ആ ഒരു സ്നേഹത്തിലൂടെ അദ്ദേഹത്തെ ഓർക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴൊക്കെ ഓദറിനെ ഓർക്കും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതാണ് ഈ ഒരു പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള അനാലിസിസ്. അത് എനിക്കറിയാം ഇത് ഒരുപാട് ലോങ് ആയി പോയി എന്ന് എനിക്കറിയാം. ആ പോയം അത്രയും ലോങ് ആയിട്ടുള്ള പോയം ആണ്. അപ്പോൾ അത്
അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് വേഗം അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ, സെറ്റിംഗ്, സിമ്പിൾസ് ഒക്കെ പറയാം. ആദ്യം പറയുന്നത് അതിൻ്റെ ഫോം ആണ്. പോയത്തിൻ്റെ ഫോം, സ്ട്രക്ചർ എന്താണ്? കമ്പോസ്ഡ് ഇൻ ബ്ലാങ്ക് വേഴ്സ് മോണോലോഗ്. ഇറ്റ് ഈസ് എ മോണോലോഗ്. ഈ പോയം ഒരു മോണോലോഗാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇത് ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത് എന്നും കാണാൻ വേണ്ടി സാധിക്കും. ഇനി അതിലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള തീംസ് ആണ് പറയുന്നത്. ദ റെസ്റ്റോറേറ്റീവ് പവർ ഓഫ് നാച്ചർ ആൻഡ് ദ സബ്ലിം, പെർസെപ്ഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ദ ഇമാജിനേഷൻ, ടൈം ആൻഡ് ചേഞ്ച്. അത്രയാണ് അതിൻ്റെ തീംസ്. നെക്സ്റ്റ് വരുന്നത് സിംബൽസ്. എന്താണ് അതിൻ്റെ സിംബൽസ്? ദ ഹെർമിറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് എന്താണ് ഹെർമിറ്റ്സ്? അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻസ, ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയുടെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? സ്പീക്കർ ഇമാജിൻസ് ദാറ്റ് ദ സ്മോക്ക് ഹി സീ റൈസിംഗ് ഫ്രം ദ ട്രീസ് കുഡ് ബി ഫ്രം സം ഹെർമിറ്റ്സ് കേവ് വേർ ബൈ ഹിസ് 5 ദ ഹെർമിറ്റ് സിറ്റ്സ് എലോൺ. അദ്ദേഹം പറയുന്നുണ്ട് ഹെർമിറ്റ്സ് എന്താണ്? റിലീജിയസ് പീപ്പിളാണ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു ആൾക്കാരാണ് ഹെർമിറ്റ്സ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവർ എന്താണ്? സ്പിരിച്വൽ ആയിട്ടുള്ളതും റിലീജിയസും ആയിട്ടുള്ളതും ആ ഒരു പ്രാക്ടീസിന് എന്താണ്? ഒരുപാട് ഡിവോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ ഹെർമിറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഹെർമിറ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്, സ്പിരിച്വൽ ലൈഫിൻ്റെ സിമ്പലാണ് ഹെർമിറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഈ ഹെർമിറ്റ്സിനെ കാണിക്കുന്നതിലൂടെ ഒരു സ്പിരിച്വൽ ലൈഫും അതുപോലെ നാച്ചുറൽ സെറ്റിങ്സും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? മാൻഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്. മാൻഷൻ എന്ന് പറയുമ്പോൾ പോയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സ് മൈൻഡ് ആസ് എ മാൻഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾസ് ഓഫ് വെൽത്ത് ആൻഡ് പ്രിവിലേജ്, വെൽത്തിൻ്റെയും പ്രിവിലേജിൻ്റെയും ഒക്കെ സിമ്പിൾസാണ് മാൻഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റായിട്ട് ഇതിൻ്റെ സെറ്റിങ്സും കൂടി നമുക്ക് നോക്കാം. സെറ്റിംഗ് എന്ന് പറയുന്നത് ദ വൈ വാലി ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ വൈ ഇൻ വെയിൽസ്. വൈ വാലി ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ വൈ ഇൻ വെയിൽസ്, അതാണ് അതിൻ്റെ സെറ്റിംഗ്.